മുതൽ നമ്മുടെ കീം എക്സാം സ്റ്റാർട്ട് ചെയ്യാണല്ലേ. അപ്പൊ ആ ഒരു ഡേറ്റ് എല്ലാവരുടെ മനസ്സിലുണ്ടായിരിക്കും, April 24. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റിനെ കുറിച്ച് പറയാനാണ് താമസിച്ച് വന്നിട്ടുള്ളത്, April 9th. അപ്പൊ എന്താണ് April 9ന്റെ പ്രത്യേകത? അപ്പൊ മകളെ, നമുക്കറിയാം നമ്മുടെ +2 എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കീം എക്സാമിന് വേണ്ടി നമുക്ക് പഠിക്കാനായിട്ട് ചുരുങ്ങിപ്പോയാൽ ഒരു മാസമാണ് നമുക്ക് ഏകദേശം കിട്ടിയത് അല്ലേ. അപ്പൊ ഈ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എക്സാം ഇന്നതിനെ കീം ക്രാഷ് ബാച്ചിലായാലും അടിപൊളിയായിട്ട് ക്ലാസ്സസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു 1 മന്തിന്റെ ഉള്ളിലാണ് നമ്മൾ +1 +2 പഠിച്ച എല്ലാ കാര്യങ്ങളും എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് 9th ശേഷം ഉണ്ടാകുന്ന കാര്യം എന്താണ്? അപ്പൊ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ഓൾറെഡി ജോയിൻ ചെയ്തവർക്കറിയാം നമ്മുടെ ക്ലാസ്സസിന്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ അവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു ബുക്ക് സെറ്റും. ഓക്കെ, അവർക്ക് നമ്മുടെ എൻട്രൻസ് റിലേറ്റഡ് ആയിട്ട് ഒരു ബുക്ക് കൂടി കിട്ടിയിട്ടുണ്ട്. അതിൽ അവർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബുക്ക് നമ്മുടെ April 9th ശേഷം ഇനി അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ ആ ഒരു കാര്യമാണ് താമസ് പറയാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ 9th ശേഷം നമ്മുടെ ക്രാഷ് ബാച്ച് എൻഡ് ചെയ്യല്ല ചെയ്യുന്നത്, പക്ഷെ 9th ശേഷം ഇനി ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മുടെ ബുക്ക് സെറ്റ് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, കിട്ടുന്നുണ്ടാവില്ല. അതിന് റീസൺ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ 9ാം തീയതിക്ക് ശേഷം നിങ്ങൾ നമ്മുടെ കലണ്ടറിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹോളിഡേയ്സ് വരുന്നുണ്ട് അല്ലേ. അപ്പൊ വിഷു ആയാലും ഈസ്റ്റർ ആയാലും ദുഃഖവെള്ളി ആയാലും അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഹോളിഡേയ്സ് ആണ്. അപ്പൊ ആ ഒരു സമയത്തൊന്നും നമ്മുടെ പോസ്റ്റൽ സർവീസ് ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു സമയത്തിന്റെ ഡിലേ അനുസരിച്ച് നിങ്ങൾക്ക് ബുക്ക് സെറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ ഡിലേ ആവും. 9ാം തീയതിക്ക് ശേഷം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം നമ്മൾ ബുക്ക് സെറ്റ് അയച്ചു തരുമ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ ഒരുപാട് ഡിലേ ആവും. എക്സാം കഴിഞ്ഞിട്ട് ബുക്ക് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ 9th ശേഷം ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മുടെ ബുക്ക് സെറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് ബുക്ക് വേണം, ഫ്രീ ആയിട്ട് നമ്മുടെ എക്സാം ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള ബുക്ക് വേണം എന്ന് ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യുക, April 9th മുന്നേ ആയിട്ട് തന്നെ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പൊ മൊഡ്യൂൾ വൈസ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ക്ലാസ്സും നല്ല സൂപ്പർബായിട്ട് നടക്കുന്നുണ്ട് നമ്മുടെ കീമിന്റെ. അപ്പൊ എത്രയും പേര് നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. ജസ്റ്റ് 1500 ആണ് നമ്മുടെ ഫീസ് വരുന്നത്. മൊഡ്യൂൾ വൈസ് ആയിട്ട് ലൈവ് ആയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സസ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ PYQs ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നോട്ട്സ് നിങ്ങൾക്ക് ക്യാപ്സ്യൂൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ ഫുൾ പ്രിപ്പയർഡ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ക്രാഷ് ബാച്ച് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ക്രാഷ് ബാച്ചിൽ നിങ്ങൾ 9th മുന്നേ ജോയിൻ ചെയ്തെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ബുക്ക് എൻ്റെ കുട്ടികൾക്ക് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ബുക്ക് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ഫ്രീ ആയിട്ട് ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡേറ്റ് ഓർത്ത് വയ്ക്കുക, April 24 തന്നെ നമ്മുടെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഡേറ്റ് ആണ് April 9th. April 9th മുന്നായിട്ട് നമ്മുടെ എക്സാമിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിട്ട് നമ്മുടെ ബാച്ചിലൂടെ ക്രാഷ് ക്ലാസ്സസും കിട്ടുന്നതായിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ ബുക്കും കിട്ടുന്നതായിരിക്കും. സോ ഈ ഒരു ന്യൂസ് എന്ത് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പാരൻസിനോടൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ കീം എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം.